അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുടുംബജീവിതത്തിൽ അസ്വസ്ഥത തുടരുകയാണ്. അഥവാ ഭർത്താവിൻ്റെ സമീപനമൊക്കെ നല്ലതാണ്. അദ്ദേഹം മർദ്ദിക്കാറില്ല, ലഹരി കഴിച്ച് വരാറില്ല, തന്നെ അവഗണിക്കാറില്ല, തന്നോടുള്ള സമീപനത്തിൽ അകൽച്ചകളൊന്നുമില്ല. പക്ഷേ തൻ്റെ പോക്കറ്റിൽ നിന്ന് ആവശ്യമുള്ളത് തരാറില്ല. അതുമാത്രമാണ് പരാതി. തനിക്കും തൻ്റെ മക്കൾക്കും ആവശ്യമുള്ളത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടാറില്ല. എന്താണിതിന് പരിഹാരം? അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ മറ്റു മേഖലകൾ വെച്ച് നോക്കുമ്പോൾ കാര്യമായൊന്നും പറയാനില്ല. പക്ഷേ തനിക്കും തൻ്റെ സന്താനങ്ങൾക്കും ആവശ്യമുള്ളത് കിട്ടാനില്ല. ഇത്തരം പരാതിയുള്ളവർ കുടുംബജീവിതത്തിൽ ധാരാളമുണ്ടാകാം. ഇസ്ലാമിക അധ്യാപനം എന്താണ്? മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് എന്താണ്? നോക്കൂ നിങ്ങൾ, ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ഉത്ബ എന്നവരുടെ മകൾ ഹിന്ദ് റളിയല്ലാഹു അൻഹ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാര വരികയാണ്. എന്നിട്ട് പറയുന്നു, ഇന്ന അബാ സുഫിയാന റജുലുൻ ഷഹീ. അബൂ സുഫിയാൻ ഉണ്ടല്ലോ, പിന്നീട് സ്വഹാബിയായവരാൻ റളിയല്ലാഹു അൻഹു. റജുലുൻ ഷഹീ, വലിയ പിശുക്കനാണ് അദ്ദേഹം. വലിയ പിശുക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. വലൈസ യുഅ്തീനി മാ യക്ഫീനി വവലദി. എനിക്കും എൻ്റെ സന്താനങ്ങൾക്കും ആവശ്യമുള്ളത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്നില്ല. നബി തങ്ങളോടാണ് വന്ന് പരാതി പറയുന്നത്. നോക്കൂ നിങ്ങൾ, പരാതി ആരോട് പറയണം? നല്ലവരോട് പറയണം. പരിഹാരം കിട്ടുന്നവരോട് പറയണം. പരിഹസിക്കുന്നവരോട് പറയരുത്. ട്രോളുന്നവരോട് പറയരുത്. പരസ്യപ്പെടുത്തുന്നവരോട് പറയരുത്. ഒരു പരിഹാരവും കിട്ടാത്തവരോട് എന്തിന് പരാതി പറയണം? ഏറ്റവും വലിയ പരിഹാരം തരുന്നവൻ സൃഷ്ടാവാണ്. റബ്ബിൻ്റെ മുന്നിൽ കരയാം. എന്തിന് പരിഹാരം ലഭിക്കാത്തവൻ്റെ മുന്നിൽ കരയണം? പരിഹാരം ലഭിക്കാത്തവരോട് നാം എന്തിന് പരാതി പറയണം? പരാതി പറയും മുമ്പ് ഞാൻ ആരോടാണ് പരാതി പറയുന്നത്? അവരിൽ നിന്ന് എന്ത് എനിക്ക് ലഭിക്കും? പരിഹാസങ്ങളും ട്രോളുകളും വന്നില്ലെങ്കിലും പരിഹാരം ലഭിക്കില്ല എന്നുണ്ടോ? എന്തിന് പരാതി പറയണം? മുത്തുനബി തങ്ങളോടാണ് ഹിന്ദെന്നവർ വന്ന് പരാതി പറഞ്ഞ്. പരാതി പറയാൻ പറ്റുന്ന മേശപ്പുറത്താണ് പരാതി വെച്ചത്. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, എനിക്കാവശ്യമുള്ളതൊന്നും തരുന്നില്ല. ഇല്ലാ മാ അഖത്തു മിൻഹു വഹുവ ലാ യഅലം. അദ്ദേഹം അറിയാതെ ആവശ്യമുള്ള പലതും ഞാൻ അദ്ദേഹത്തിൽ നിന്ന് എടുക്കാറുണ്ട്. നമുക്കറിയാം, ഭർത്താവ് കാണാതെ പോക്കറ്റിൽ നിന്നൊക്കെ ചിലത് എടുക്കാറുണ്ട് ആവശ്യമുള്ളത്. അങ്ങനെ അല്ലാതെ അദ്ദേഹത്തിൽ നിന്നൊന്നും കിട്ടാറില്ല. മുത്ത് റസൂലിനോട് ചോദിക്കുകയാണ്, ഈ ചെയ്യുന്ന പരിപാടി ശരിയായ മാർഗമാണോ? ഞാൻ കുറ്റക്കാരിയാണോ എന്നാണ് മുത്തുനബി തങ്ങളോട് ചോദിക്കുന്നത്. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖുദീ മാ യക്ഫീകി വവലദിക് ബിൽ മഅറൂഫ്. നിനക്കും നിൻ്റെ മക്കൾക്കും ആവശ്യമുള്ളത് മിതമായ നിലക്ക്, നല്ലതായ നിലക്ക്, പക്വമായ നിലക്ക്, അമിതമാവാതെ, ധൂർത്താവാതെ, വഞ്ചനയാവാതെ നിനക്ക് എടുക്കാവുന്നതാണ്. ഒരു നിലക്കും കണ്ടറിഞ്ഞ് നിൽക്കാത്ത ഭർത്താവാണെങ്കിൽ അവകാശപ്പെട്ടതെടുക്കാൻ ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നു എന്ന ആശയത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതികരിച്ചത് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുമ്പോൾ സത്യത്തിൽ എത്രമാത്രം വലിയ പരിഹാരമാണ്. എന്നാൽ തനിക്കാവശ്യമുള്ളതൊക്കെ നൽകുന്ന ഭർത്താവ്, തൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളതൊക്കെ നൽകുന്ന ഭർത്താവ്, ഈ സമകാലിക സാഹചര്യത്തിലെ ആർഭാടവും ധൂർത്തും ചിന്തിച്ചുകൊണ്ട് ആ നിലക്ക് ജീവിക്കാൻ ഭർത്താവ് തരുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ പോക്കറ്റിൽ കൈയിടാൻ നോക്കരുത്. അതൊരിക്കലും ഇസ്ലാം അനുവദിച്ചതുമല്ല എന്ന് നമ്മൾ പ്രത്യേകം ഇതിനോടുകൂടെ കൂട്ടി വായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.